വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു ഫ്രീ സി ആർ എമ്മിനെ പറ്റിയിട്ടാണ്. അതെ, ഫ്രീ സി ആർ എം. സാധാരണ നമ്മൾ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ലീഡ്സിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സി ആർ എം. നമ്മൾ ഏതൊരു ബിസിനസ്സിനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നമുക്ക് ഫേസ്ബുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ സി ആർ എം ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോർമലി ഒരു ലീഡ് കളക്ട് ചെയ്ത് നമ്മളൊരു സി ആർ എം സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ നിന്ന് വരുന്ന ലീഡ്സിനെ ഒരു സി ആർ എമ്മുമായിട്ട് കണക്ട് ചെയ്യുന്നു. അവിടെ ലീഡ്സിനെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു സി ആർ എം ടൂളായിരിക്കും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സി ആർ എം ടൂൾസും അവൈലബിൾ ആണ്. ചെറിയ രീതിയിലാണ് സെയിൽസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ തന്നെ ഒരു ഫ്രീ സി ആർ എം ടൂള് ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ഏത് പേജിലാണോ, ഇപ്പം ഓരോ സി ആർ എമ്മും അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓരോ ഇൻഡിവിജ്വൽ പേജുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പേജിൽ ലീഡ്സ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പേജിൻ്റെ മെറ്റാ ബിസിനസ് സ്യൂട്ടിലേക്ക് വരിക. ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് സ്യൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേജുകൾ അസറ്റ്സുകൾ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പേജിൽ വന്നു. ഇവിടെ ഇൻബോക്സ് എന്നൊരു സെക്ഷനുണ്ട്. ഈ ഇൻബോക്സ് സെക്ഷനിൽ വരുന്ന കമൻറ്റ്സ്, ഇപ്പോൾ മെസ്സഞ്ചർ കമൻറ്റ്സ് ആവാം, ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സ് ആവാം. ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ഡയറക്റ്റ് മെസ്സേജ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഡയറക്റ്റ് മെസ്സേജ്, അഥവാ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫീച്ചറായ വാട്സപ്പിൽ വരുന്ന ഡയറക്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ഒക്കെ നമുക്ക് എന്താണ് ഒരു ലീഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഇൻബോക്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് കമൻറ്റ്സ് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫേസ്ബുക്ക് കമൻറ്റ്സിനെ വേണമെങ്കിൽ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സിനെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ ഒരു ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടോ ഓർഗാനിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടോ ആയിരിക്കും നമുക്ക് ഈ വരുന്ന കമൻറ്റ്സും മെസ്സേജസും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന കമൻറ്റ്സിനെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഫോളോ അപ്പുകൾ ആഡ് ചെയ്യാം. മാർക്കാസ് ഫോളോ അപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ മാർക്കാസ് റീഡ്, മൂവ് ടു ഡൺ എന്ന് വെച്ചാൽ നമ്മൾ ആ കമൻറ്റ് കണ്ടു, അത് ചെക്ക് ചെയ്തു. ഓക്കെ, ആ സിറ്റുവേഷനാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് കമൻറ്റ്സിൽ നമുക്ക് പൊതുവായിട്ട് ഈ പറയുന്ന ഇൻബോക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, നമുക്ക് ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ്സും മെസ്സേജസും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ടൂളാണ് ഇതിനകത്ത് ഇൻബോക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ലീഡ്സിനെ സെലക്ട് ചെയ്തെടുക്കും. ഇപ്പം ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്രോഡക്റ്റോ സർവീസോ ആവശ്യമുള്ള ഒരു വ്യക്തി, ഒരു എൻക്വയറി ആയിരിക്കും നമ്മൾ ഒരു ക്വാളിറ്റി ലീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ വരുന്ന ലീഡ്സ്, വാട്സപ്പിലാവാം, ഡയറക്റ്റ് മെസ്സേജ് വഴി വരുന്നതാവാം. അപ്പോൾ എങ്ങനെ വരുന്ന ലീഡ്സിനെ നമുക്ക് എന്താണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സെയിൽസ് ഫണൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഫണൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്നുകൊണ്ട് നോക്കി കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പല രീതിയിലുള്ള ഡയറക്റ്റ് മെസ്സേജസാണ്, ഇതെല്ലാം മെസ്സേജസാണ്. ഇപ്പോൾ നമുക്ക് ഓർഗാനിക് പോസ്റ്റ് വഴി വന്ന മെസ്സേജസ് ഉണ്ടാവും, ഫേസ്ബുക്ക് ആഡ് വഴി വന്ന മെസ്സേജസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ആദ്യത്തെ ഒരു മെസ്സേജ് കൺസിഡർ ചെയ്തു. ഇപ്പം ആദ്യത്തെ ഒരു മെസ്സേജ് കൺസിഡർ ചെയ്തിട്ട് എനിക്ക് റൈറ്റ് സൈഡിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എന്താ കാണാം, ആഡ് ഡീറ്റെയിൽസ് അബൌട്ട് സച്ച് കോൺടാക്ട് അബൌട്ട് ദ പീപ്പിൾ സച്ച് ആസ് കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു എൻക്വയറി ആണ്, ഇതൊരു ക്വാളിറ്റി എൻക്വയറി ആണെങ്കിൽ എനിക്ക് എന്താണ് അയാളോട്ട് കോൺവെർസേഷനും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ഡീറ്റെയിൽസിൽ പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലീഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൊണ്ട് നമുക്കിവിടെ സേവ് ചെയ്യാം. ഇത് നമ്മൾ സി ആർ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊരു ലീഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് കൊടുക്കും മാർക്കാസ് ലീഡ് എന്ന് കൊടുക്കും. മാർക്കാസ് ലീഡായി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലീഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് നേരെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ലീഡ് സെൻറ്ററിലേക്ക് പോയി കിടന്നോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് ലേബിൾസ് കൊടുക്കാം. ലേബിൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ ഈ മെസ്സേജ് സ്ട്രക്ചറിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മെസ്സേജസിൽ കാണാൻ വേണ്ടിയിട്ടാണ് ലേബിൾസ് ഉപയോഗിക്കുന്നത്. ന്യൂ കസ്റ്റമർ ആണോ, ഇമ്പോർട്ടൻ്റ് ആണോ, 2 days ഇന്നത്തെ ഡേറ്റിൽ വേണോ, അങ്ങനെ ഇഷ്ടമുള്ള ലേബിൾസ്. ഇപ്പോൾ പുതിയ ലേബിൾ വേണമെങ്കിൽ നമുക്ക് പുതിയ ലേബിൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. മാനേജ് ലേബിൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ ലേബിൾസ് കളർ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് നമുക്ക് പുതിയ ലേബിൾസ് കൊടുക്കാം. നമ്മുടെ ബിസിനസ് നേച്ചർ അനുസരിച്ച് നമുക്ക് ലേബിൾസും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നോട്ട്സ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോട്ട് സെൻഡ് ചെയ്യാറുള്ള കോൺവെർസേഷൻസായി അങ്ങനെ നോട്ടൊക്കെ കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബേസിക് ഡേറ്റ ഈ പറയുന്ന ലീഡിലേക്ക്
സേവ് ആവും. അപ്പോൾ ഒരു ലീഡ് സെലക്ട് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അൺറീഡ് ആയിട്ടുള്ള മെസ്സേജസ് കാണാം, ആഡിൽ നിന്ന് വന്ന റെസ്പോൺസ്. ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ആഡിൽ നിന്ന് മാത്രം വന്ന മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് കാണാം. ലേബിൾസ് ബേസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അത് കണക്ക് തന്നെ സ്റ്റാറ്റസ്, ഫോളോ അപ്പ് സ്റ്റാറ്റസ്, അങ്ങനെ പല പല സ്റ്റേജസ് വെച്ച് നമുക്കിവിടെ മെസ്സേജിനെ ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്ന മെസ്സേജിനെ ഒരു ലീഡായിട്ട് കൺസിഡർ ചെയ്തു, ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വരുന്നത് നമ്മുടെ ലീഡ് സെൻറ്ററിലാണ്. ഓക്കെ, ഈ ലീഡ് സെൻറ്ററാണ് ബേസിക്കലി എന്താണ് നമ്മുടെ CRM. ഫേസ്ബുക്കിൻ്റെ CRM സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്, ലീഡ്സ് സെൻറ്റർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത കുറേ ലീഡ്സ് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റേജ് പല പല സ്റ്റേജുണ്ട്. ക്വാളിഫൈഡ്, കൺവേർട്ടഡ്, നോട്ട് ലോസ്റ്റ്, നോട്ട് ക്വാളിഫൈഡ്, പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പം അത് എവിടെ നിന്നാണ് സോഴ്സ്, പെയ്ഡ് ആണോ ഓർഗാനിക് ആണോ, അങ്ങനെ പല രീതിയിലുള്ള സോഴ്സുകൾ കാണാൻ പറ്റും. അതെനിക്ക് അസൈൻ ടു, ഇപ്പം പല വ്യക്തികളുണ്ടെങ്കിൽ, നമ്മുടെ പേജ് ആക്സസ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ലീഡിൻ്റെ സ്റ്റാറ്റസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ബേസിക് CRM സ്ട്രക്ചറാണ്. അപ്പം ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഇതിൻ്റെ ഒരു പൈപ്പ് ലൈൻ വ്യൂ ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, പൈപ്പ് ലൈൻ വ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ടേബിളിലെ സ്റ്റേജസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൈപ്പ് ലൈൻ വ്യൂവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ക്വാളിഫൈഡ് സ്റ്റാറ്റസിലേക്ക് സെലക്ട് ചെയ്തിടാം, കൺവേർട്ടഡ് സ്റ്റാറ്റസിലേക്ക് പോകാം. ഇനി വേറെ ഏതെങ്കിലും ലോസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വിടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ലീഡിൻ്റെ സ്റ്റാറ്റസുകൾ മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ടോട്ടൽ ലീഡുകളുടെ സ്റ്റാറ്റസ് അറിയാം. ഇപ്പം എത്ര ഇൻടേക്ക് ഉണ്ട്, എത്ര ക്വാളിഫൈഡ് ഉണ്ട്, എത്ര കൺവേർട്ടഡ് ഉണ്ട്. ഇപ്പം നമുക്കൊരു നല്ലൊരു നമ്മുടെ ബേസിക് സെയിൽസ് ഫണലിൻ്റെ നല്ലൊരു സ്ട്രക്ചർ നമുക്കിവിടെ മനസ്സിലാവും. അതിനകത്ത് സോഴ്സ്, ഡേറ്റ്, അങ്ങനെ പല പല ഫിൽറ്റേഴ്സ് വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പറ്റും. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്റ്റേജസുകൾ, പൈപ്പ് ലൈൻ സ്റ്റേജസുകൾ വേണമെങ്കിൽ സെറ്റിങ്സിൽ പോയി മാറ്റി കൊടുക്കാം. ഇവിടെ വന്നാൽ ലീഡ് ഫണൽ എന്ന് പറയുന്ന സ്റ്റേജിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ വളരെ കോൾഡായിട്ടുള്ള സ്റ്റേജിലാണ് നമ്മൾ ലീഡ്സ് എങ്കിൽ അതിനെയാണ് ടോപ്പ് ഫണൽ എന്ന് പറയുന്നത്. ഇൻടേക്ക് വന്നതേ ഉള്ളൂ, ലീഡ് എൻക്വയറി വന്നു, അതല്ല ഇൻടേക്കിലാണ് കിടക്കുന്നത്. മിഡിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റേജ്, അതാകുമ്പോൾ വ്യക്തി കൂടെ വാമാണ്, നമ്മളെക്കുറിച്ച് അറിഞ്ഞു, അപ്പം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് ആയി. അപ്പം നമ്മൾ മാക്സിമം അവരെന്താ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പുഷ് ചെയ്യും. അപ്പോൾ ഒരുവിധം വാം സ്റ്റേജിലുള്ള ലീഡ്സാണ് ഈ മിഡിൽ എന്ന് പറയുന്ന ഏജ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് കൂടാതെ മൾട്ടിപ്പിൾ സ്റ്റേജസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോട്ട്, സെൻഡ്, അങ്ങനെ വേറെ എന്തെങ്കിലും സ്റ്റേജസ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ലാസ്റ്റ് ബോട്ടത്തിൽ ഒന്നേ ഉള്ളൂ, ഫൈനൽ സ്റ്റേജ്, അത് കൺവേർട്ടഡ്, അത് സെയിലായി. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ ലോസ്റ്റായി, നോട്ട് ക്വാളിഫൈഡ്, ക്വാളിറ്റി ഇല്ലാത്ത ലീഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫണലിൽ വന്നിട്ടും ലോസ്റ്റ് ആയെങ്കിൽ ലോസ്റ്റ്, അങ്ങനെയുള്ള സ്റ്റേജസ് അവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സ്റ്റേജസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ലീഡിനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഈ ലീഡുകളുടെ സ്റ്റാറ്റസുകൾ സ്റ്റേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. ഇപ്പം പുതുതായിട്ട് ലീഡ്, ഇപ്പം നമുക്ക് ഓർഗാനിക്കായിട്ടൊരു ലീഡാണ് വരുന്നത്, നമുക്ക് ഇൻബോക്സിൽ നിന്ന് അസൈൻ ചെയ്ത് വിടാം. ഇപ്പോൾ നമ്മളൊരു ഫോമിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇപ്പം നമുക്ക് ഇവിടുന്ന് സോഴ്സ് വഴി ഏതൊക്കെ പെയ്ഡാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫോമുകളിൽ നിന്ന് വന്ന ലീഡാണെന്ന് വെച്ചാൽ ആ ഫോം അനുസരിച്ചിട്ട് നമുക്ക് ലീഡുകളെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ക്യാമ്പയിൻ ചെയ്താലും ഈ പേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഫോംസ് ഉണ്ടോ ആ ഫോംസുകൾ മാത്രമായിട്ട് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് സെയിൽസ് ഫണലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് അങ്ങനെയല്ല, ഡയറക്റ്റ് എൻക്വയറീസ് ആണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ആഡ് ലീഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് എ ലീഡ്, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് വേറെ ഏതെങ്കിലും ഷീറ്റിൽ നിന്നാണ് ലീഡ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ CRM സ്ട്രക്ചറിലേക്ക് ലീഡ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്രിയേറ്റ് ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യാനൊരു പോപ്പപ്പ് വരും. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് ലീഡ് സെൻറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു CRMൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു വലിയൊരു ക്വാളിറ്റി ലീഡ്, ഈ ഫണലിൽ വരുന്ന ലീഡ്സ് എല്ലാം ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കും, ഇത് കൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കസ്റ്റം ഓഡിയൻസോ ലുക്ക് ലൈക്ക് ഓഡിയൻസോ സേവ്ഡ് ഓഡിയൻസോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റം ഓഡിയൻസും ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്താണെന്ന് അറിയാത്തവർക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസിനെ, ആ ഡേറ്റയിൽ വെച്ചിട്ടുള്ള ഓഡിയൻസിനെ മാത്രം വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് സെഗ്മെൻറ്റാണ് കസ്റ്റം ഓഡിയൻസ്. അപ്പം ആ ഓഡിയൻസിൽ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ബേസ് ചെയ്ത ഓഡിയൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ടൈപ്പ് ഓഫ് ലീഡ്സ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പേജോട്ട് നടത്തിയ ബിഹേവിയേഴ്സ് ആയിരിക്കാം. അത് വെച്ചിട്ടുള്ള ഓഡിയൻസിനെ
പോലുള്ള മറ്റു ഓഡിയൻസിനെ, ആ ഓഡിയൻസ് അല്ല, അതേ നേച്ചർ ഇൻട്രാക്ഷൻസ് ഉള്ള മറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസാണ് ലുക്കലൈക്ക് ഓഡിയൻസ്. അപ്പോൾ നമുക്ക് കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് കസ്റ്റം ഓഡിയൻസോ ലുക്കലൈക്ക് ഓഡിയൻസൊക്കെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പിന്നെ ഒരു ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നമുക്ക് അതിനെ മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഇവിടെയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ലീഡ് സെൻ്ററിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു സെയിൽസ്, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് കിട്ടുന്ന ലീഡ്സിനെ ഒരു സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂവിലും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു ഫ്രീ ടൂളാണ് ഈ പറയുന്ന ലീഡ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെ, മാർക്കറ്റിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ പ്രൊഡക്റ്റീവായിട്ട് അവരെ ലീഡ്സിനെ മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു ഫ്രീ ടൂള് തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ ഈ ലീഡ് സെൻറ്ററും ഇൻബോക്സും എന്ന് പറയുന്നത്. അപ്പം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് പരിചയപ്പെടാവുന്നതാണ്. താങ്ക് യു.